ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ഡേറ്റാബേസ് ഫണ്ടമെൻ്റൽസ് അതിൽ ഇൻക്ലൂഡ് ആവുന്ന ടോപ്പിക്കാണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡി ബി എം എസിൻ്റെ ഫുൾ ഫോമാണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതിൽ ഡേറ്റാബേസ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡേറ്റ ആണ്. ആൻഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ടു സ്റ്റോർ ആൻഡ് റിട്രീവ് ഡേറ്റ. അപ്പോൾ DBMS എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഇൻ്റർ റിലേറ്റഡ് ഡേറ്റ ആണ് ആൻഡ് സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. ആൻഡ് ഇത് യൂസ് ചെയ്തോടെ നമുക്ക് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാനും ഈസി ആൻഡ് എഫക്റ്റീവ് മാനറിൽ റിട്രീവ് ചെയ്യാനും പറ്റും. സോ ഇതാണ് DBMSൻ്റെ ഡെഫിനിഷൻ. DBMS is a collection of interrelated data and set of programs to store and access those data in an easy and effective manner. നെക്സ്റ്റ് വന്നാണ് ഡ്രോബാക്സ് ഓഫ് ഫയൽ സിസ്റ്റം. ഡ്രോബാക്സ് ഓഫ് ട്രഡീഷണൽ ഫയൽ സിസ്റ്റം ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് DBMS. ഫയൽ സിസ്റ്റത്തിന് ഡിസഡ്വാൻറ്റേജസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് DBMS കാണാം. അപ്പോൾ ഫയൽ സിസ്റ്റത്തിന് ഡ്രോബാക്സ് ഇതാണ്: ഡേറ്റ റിഡൻഡൻസി, ഡേറ്റ ഇൻകൺസിസ്റ്റൻസി, ഡേറ്റ ഐസൊലേഷൻ, ഡിപ്പെൻഡൻസി ഓൺ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്, അറ്റോമിസിറ്റി ആൻഡ് ഡേറ്റ സെക്യൂരിറ്റി. ഇതെല്ലാം ഫയൽ സിസ്റ്റത്തിൻ്റെ ഒരു ഡ്രോബാക്കാണ്. ഇതെല്ലാം ഓവർകം ചെയ്തിട്ടാണ് DBMS ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ DBMSൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നോ റിഡൻഡൻറ്റ് ഡേറ്റ. ഇതിൽ റിഡൻഡൻസി ഇല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റാസ് ഇല്ല. ഈ ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റാസ് എല്ലാം നോർമലൈസേഷൻ എന്നൊരു പ്രോസസ്സ് വെച്ച് റിമൂവ് ചെയ്യും. പിന്നെ ഉള്ളതാണ് ഡേറ്റ കൺസിസ്റ്റൻസി ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഇതിൽ ഡേറ്റ കൺസിസ്റ്റൻ്റ് ആയിരിക്കും, പിന്നെ സെക്യൂർഡ് ആയിരിക്കും, നല്ല ഹൈ സെക്യൂരിറ്റി ഉണ്ട്, പ്രൈവസി ഉണ്ട്, നമുക്ക് ഈസി ആയിട്ട് ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും, പിന്നെ ഈസി ആയിട്ട് റിക്കവറും ചെയ്യാൻ പറ്റും, ഫ്ലെക്സിബിളാണ്. ഇതാണ് DBMSൻ്റെ അഡ്വാൻറ്റേജസ്. ഇതിൽ DBMSൻ്റെ ആർക്കിടെക്ചർ നോക്കാം. ബേസിക്കലി DBMS ആർക്കിടെക്ചർ 3 ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ ആണ് സിംഗിൾ ടയർ ആർക്കിടെക്ചർ, സെക്കൻഡ് വൺ 2 ടയർ ആർക്കിടെക്ചർ ആൻഡ് തേർഡ് വൺ 3 ടയർ ആർക്കിടെക്ചർ. ഈ സിംഗിൾ ടയർ ആർക്കിടെക്ചറിൽ ഈ ഡേറ്റാബേസ് ഈസ് റെഡിലി അവൈലബിൾ ഓൺ ദി ക്ലയൻറ്റ് മെഷീൻ. ക്ലയൻറ്റ് മെഷീനിൽ ഡേറ്റാബേസ് കാണും. സോ ക്ലയൻറ്റ് ഡസ് നോട്ട് റിക്വയർ എനി നെറ്റ്വർക്ക് കണക്ഷൻ ടു പെർഫോം ദി ആക്ഷൻ ഓൺ ദി ഡേറ്റാബേസ്. ഇത് സിംഗിൾ ടയർ ആർക്കിടെക്ചറിൽ ഡേറ്റാബേസ് ക്ലയൻറ്റ് മെഷീനിൽ തന്നെ കാണും, റെഡിലി അവൈലബിൾ ആയിരിക്കും. സോ നമുക്കവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഡേറ്റാസ് ആക്സസ് ചെയ്യാനും നെറ്റ്വർക്ക് കണക്ഷൻ ഒന്നും ആവശ്യമില്ല. അതാണ് സിംഗിൾ ടയർ ആർക്കിടെക്ചർ. സിംഗിൾ ടയർ ആർക്കിടെക്ചറിൽ ഡേറ്റാബേസ് ക്ലയൻറ്റ് മെഷീനിൽ റെഡിലി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് നെറ്റ്വർക്ക് കണക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ബട്ട് ഇൻ 2 ടയർ ആർക്കിടെക്ചർ ക്ലയൻറ്റ് മെഷീൻ ആൻഡ് സെർവർ മെഷീൻ രണ്ടും സെപ്പറേറ്റ് ആണ്. ഇത് രണ്ടിനെയും നമ്മൾ നെറ്റ്വർക്ക് കണക്ഷൻ വെച്ചിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. നെറ്റ്വർക്ക് കണക്ഷൻ വെച്ചിട്ടാണ് രണ്ടും ക്ലയൻറ്റ് മെഷീൻ ആൻഡ് സെർവർ മെഷീനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ യൂസേഴ്സ് എന്തെങ്കിലും റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ യൂസിങ് ക്വയറി ലാംഗ്വേജസ് ലൈക്ക് SQL പോലെയുള്ള ക്വയറി ലാംഗ്വേജസ് ഒക്കെ വെച്ചിട്ട് യൂസേഴ്സ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആ റിക്വസ്റ്റ് നേരെ ഡേറ്റാബേസിലോട്ടാണ് പോകുന്നത്. അവിടെ ആ റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ബാക്ക് ടു ക്ലയൻറ്റ് മെഷീൻ സെൻഡ് ആക്കാം. ഇതാണ് 2 ടയർ ആർക്കിടെക്ചറിൽ നടക്കുന്ന പ്രോസസ്സ്. തേർഡ് ടൈപ്പാണ് 3 ടയർ ആർക്കിടെക്ചർ. 3 ടയർ ആർക്കിടെക്ചറിൽ ക്ലയൻറ്റ് മെഷീൻ ആൻഡ് സെർവർ മെഷീൻ്റെ ഇടയ്ക്ക് ഒരു ലെയർ ഉണ്ട്. ഇതിൽ ക്ലയൻറ്റ് മെഷീൻ ഡയറക്റ്റായിട്ട് സെർവർ മെഷീൻ്റെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. ഇത് ക്ലയൻറ്റ് മെഷീൻ എന്തെങ്കിലും റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ അത് സെർവർ DBMS ആപ്ലിക്കേഷനിലോട്ടാണ് പോകുന്നത്. അവിടെ ആ സെർവർ ആപ്ലിക്കേഷൻ ഇൻറ്റേർണലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡേറ്റാബേസ് സിസ്റ്റം ആൻഡ് നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് അവിടെ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് ഈ സെർവർ DBMS ആപ്ലിക്കേഷനാണ് ക്ലയൻറ്റ് മെഷീനിലോട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് വ്യൂ ഓഫ് ഡേറ്റ ഇൻ DBMS. ഇത് വ്യൂ 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ ഇൻ DBMS, സെക്കൻഡ് വൺ ആണ് ഇൻസ്റ്റൻസ് ആൻഡ് സ്കീമ ഇൻ DBMS. ഇപ്പോൾ ഫസ്റ്റ് വ്യൂ ആണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ ഇൻ DBMS. അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് hiding irrelevant details from user and providing abstract view of data to users helps in easy and efficient user database interaction. Abstraction എന്ന് പറയുന്നത് ഇറലവൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഫ്രം യൂസേഴ്സിനോട് നിന്ന് ഹൈഡ് ചെയ്യുന്നതാണ്. ഹൈഡിങ് ഇറലവൻറ്റ് ഡീറ്റെയിൽസ് ഫ്രം യൂസേഴ്സ് ആൻഡ് പ്രൊവൈഡിങ് അബ്സ്ട്രാക്ട് വ്യൂ ഓഫ് ഡേറ്റ. അപ്പോൾ ഇതിൽ 3 ലെവൽസാണ് ഉള്ളത്. അബ്സ്ട്രാക്ഷനിൽ 3 ലെവൽസാണ് ഉള്ളത്. ഫസ്റ്റ് ലെവലാണ് വ്യൂ ലെവൽ, സെക്കൻഡ് വൺ ലോജിക്കൽ ലെവൽ, തേർഡ് വൺ ഫിസിക്കൽ ലെവൽ. ഇതിൽ വ്യൂ ലെവലാണ് ഹയസ്റ്റ് ലെവൽ ഓഫ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് ഇതിലാണ് ദിസ് ലെവൽ ഡിസ്ക്രൈബ്സ് ദ യൂസർ ഇൻട്രാക്ഷൻ വിത്ത് ഡേറ്റാബേസ് സിസ്റ്റം.
ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ലോജിക്കൽ ലെവൽ. ഈ ലോജിക്കൽ ലെവലാണ് മിഡിൽ ലെവൽ ഓഫ് 3 ലെവൽ ഡേറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് ഇറ്റ് ഡിസ്ക്രൈബ്സ് വാട്ട് ഡേറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ഡേറ്റാബേസ്. ഈ ലോജിക്കൽ ലെവലിൽ ഏത് ഡേറ്റ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഡേറ്റാബേസിൽ ഏത് ഡേറ്റ ആണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ലെവലാണ് ലോജിക്കൽ ലെവൽ. ആൻഡ് പിന്നെ ഉള്ള ലെവലാണ് ഫിസിക്കൽ ലെവൽ. ഫിസിക്കൽ ലെവലാണ് ലോവസ്റ്റ് ലെവൽ ഓഫ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് ഇതിൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ഡേറ്റ ഈസ് ആക്ച്വലി സ്റ്റോർഡ് ഇൻ ദ ഡേറ്റാബേസ്. ആൻഡ് ഇതിൽ നമുക്ക് കോംപ്ലെക്സ് ഡേറ്റ സ്ട്രക്ചറാണ് കിട്ടുന്നത്. ഈ ലെവലിൽ നമുക്ക് കോംപ്ലെക്സ് ഡേറ്റ സ്ട്രക്ചറിൻ്റെ ഡീറ്റെയിൽസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഡേറ്റ അബ്സ്ട്രാക്ഷനിലുള്ള 3 ലെവൽസ് ഇതാണ്: ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ ആൻഡ് വ്യൂ ലെവൽ. Physical level is the lowest level of abstraction, logical level is the middle level and view level is the highest level. Physical level നമുക്ക് കോംപ്ലെക്സ് ഡേറ്റ സ്ട്രക്ചർ ആണ് കിട്ടുന്നത്, കോംപ്ലെക്സ് ഡേറ്റ സ്ട്രക്ചർ ഡീറ്റെയിൽസ് ആണ് കിട്ടുന്നത്. ലോജിക്കൽ ലെവലിൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് വാട്ട് ഡേറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ഡേറ്റാബേസ് ആൻഡ് വ്യൂ ലെവലിൽ ദിസ് ലെവൽ ഡിസ്ക്രൈബ്സ് യൂസർ ഇൻട്രാക്ഷൻ വിത്ത് ഡേറ്റാബേസ് സിസ്റ്റം. The next one ആണ് ഇൻസ്റ്റൻസ് ആൻഡ് സ്കീമ ഇൻ ഡേറ്റാബേസ്. ഡിസൈൻ ഓഫ് ഡേറ്റാബേസ് ആണ് സ്കീമ. ഡിസൈൻ ഓഫ് എ ഡേറ്റാബേസ് ഇസ് കോൾഡ് ദ സ്കീമ. സ്കീമ 3 ടൈപ്സ് ആണ് ഉള്ളത്: ഫിസിക്കൽ സ്കീമ, ലോജിക്കൽ സ്കീമ ആൻഡ് വ്യൂ സ്കീമ. ഇതിൽ ഫിസിക്കൽ സ്കീമ ഇസ് ദ ഡിസൈൻ ഓഫ് ഡേറ്റാബേസ് അറ്റ് ഫിസിക്കൽ ലെവൽ. നമ്മൾ അബ്സ്ട്രാക്ഷനിൽ 3 ലെവൽസ് പഠിച്ചില്ലേ, ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ ആൻഡ് വ്യൂ ലെവൽ. അപ്പോൾ ഇതിൽ ഡിസൈൻ ഓഫ് ഡേറ്റാബേസ് അറ്റ് ഫിസിക്കൽ ലെവൽ ഇസ് കോൾഡ് ഫിസിക്കൽ സ്കീമ. ഡിസൈൻ ഓഫ് ഡേറ്റാബേസ് അറ്റ് ലോജിക്കൽ ലെവൽ ഇസ് കോൾഡ് ലോജിക്കൽ സ്കീമ ആൻഡ് ഡിസൈൻ ഓഫ് ഡേറ്റാബേസ് അറ്റ് വ്യൂ ലെവൽ ഇസ് കോൾഡ് വ്യൂ സ്കീമ. ഇതാണ് 3 ടൈപ്സ് ഓഫ് സ്കീമ. നെക്സ്റ്റ് വൺ ആണ് ഇൻസ്റ്റൻസ്. The data stored in database at a particular moment of time is called instance of database. ഇതാണ് ഇൻസ്റ്റൻസിൻ്റെ ഒരു ഡെഫിനിഷൻ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡേറ്റാബേസ് മോഡൽസ്. 2023 ഡേറ്റാബേസ് മോഡൽസ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡേറ്റാബേസ് മോഡൽസ് 4 ടൈപ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഹൈറാർക്കിക്കൽ മോഡൽ, സെക്കൻഡ് വൺ നെറ്റ്വർക്ക് മോഡൽ, തേർഡ് വൺ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ ആൻഡ് ഫോർത്ത് വൺ റിലേഷണൽ മോഡൽ. ഈ ഡേറ്റാബേസ് മോഡൽസ് എങ്ങനെയാണ്, ലോജിക്കൽ ഡിസൈൻ എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ സ്ട്രക്ചർ ഓഫ് ഡേറ്റാബേസ് എങ്ങനെയാണ്, പിന്നെ അതിൽ ഡേറ്റാസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്, അക്സസ് ചെയ്യുന്നത്, ഇതിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഡേറ്റാബേസ് മോഡൽ. ആൻഡ് ഇതിൽ നമ്മൾ റിലേഷണൽ മോഡലാണ് മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഡേറ്റാബേസ് മോഡൽ. മൊത്തം 4 ടൈപ്സ് ഉണ്ട്: ഹൈറാർക്കിക്കൽ മോഡൽ, നെറ്റ്വർക്ക് മോഡൽ, എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ ആൻഡ് റിലേഷണൽ മോഡൽ. ഫസ്റ്റ് വൺ ആണ് ഹൈറാർക്കിക്കൽ മോഡൽ. ഹൈറാർക്കിക്കൽ മോഡലിൽ നമ്മൾ ട്രീ ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. ഡേറ്റാബേസ് മോഡൽ ഓർഗനൈസസ് ഡേറ്റ ഇൻ ടു ട്രീ ലൈക്ക് സ്ട്രക്ചർ. ഇതിൽ സിംഗിൾ റൂട്ട് ടു വിച്ച് ഓൾ അതർ ഡേറ്റ ഈസ് ലിങ്ക്ഡ്. ഒരു സിംഗിൾ റൂട്ട് കാണും, ആ സിംഗിൾ റൂട്ടിൽ നിന്നാണ് അതർ ഡേറ്റാസ് എല്ലാം ലിങ്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൽ ഹൈറാർക്കി സ്റ്റാർട്ട് ചെയ്യുന്നത് റൂട്ട് ഡേറ്റ വെച്ചിട്ടാണ്. ഫ്രം ദ റൂട്ട് ഡേറ്റ ആണ് ഹൈറാർക്കി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇത് ട്രീ ലൈക്ക് സ്ട്രക്ചർ പോലെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് പോകും, ആഡിങ് ചൈൽഡ് നോഡ് ടു പാരന്റ് നോഡ്. പിന്നെ ഇതിൽ ഒരു ചൈൽഡിൽ എ ചൈൽഡ് നോഡ് വിൽ ഓൺലി ഹാവ് എ സിംഗിൾ പാരന്റ് നോഡ്. ഒരു ചൈൽഡിന് ഒരു പാരൻറ്റേ പാടുള്ളൂ ഇതിൽ. ആൻഡ് ദിസ് മോഡൽ എഫിഷ്യൻ്റ്ലി ഡിസ്ക്രൈബ്സ് മെനി റിയൽ വേൾഡ് റിലേഷൻഷിപ്പ് ലൈക്ക് ഇൻഡെക്സ് ഓഫ് എ ബുക്ക്, റെസിപ്പീസ് എക്സെട്ര. ഇത് ഹൈറാർക്കിക്കൽ മോഡലിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഡയഗ്രാമിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കോളേജാണ് ഇതിലുള്ള റൂട്ട് ഡേറ്റ. കോളേജിന് 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിന് 3 ടൈപ്സ് ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൽ കോഴ്സുണ്ട്, ടീച്ചേഴ്സുണ്ട്, സ്റ്റുഡൻസുണ്ട്. അങ്ങനെ 3 ടൈപ്സ് ഓഫ് ഡേറ്റാസ് ഉണ്ട് ഡിപ്പാർട്ട്മെൻറ്റിന്. പിന്നെ കോഴ്സിന് 2 ടൈപ്പ് ഉണ്ട്, തിയറിയും ഉണ്ട്, ലാബും ഉണ്ട്. ഇതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോ ചൈൽഡ് നോഡിനും ഒരു പാരൻ്റാണുള്ളത്. ഇപ്പോൾ കോഴ്സിൻ്റെ പാരൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ്, ടീച്ചേഴ്സിൻ്റെയും പാരൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്, സ്റ്റുഡൻസിൻ്റെ പാരൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. എല്ലാത്തിനും ഒരു പാരൻ്റാണ് ഉള്ളത്. ഇതിൽ ഒരു പാരൻ്റേ പാടുള്ളൂ. പിന്നെ ഈ മോഡൽ 1 to many റിലേഷൻഷിപ്പ് അതെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ടൈപ്പാണ്, 1 സെറ്റ് ഓഫ് ഡേറ്റാസാണ്. അതിൽ നിന്ന് കോഴ്സ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് എന്ന 3 ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിലോട്ട് നമുക്ക് റിലേഷൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് 1 to many റിലേഷൻഷിപ്പിനെയാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്, ഹൈറാർക്കിക്കൽ മോഡൽ. അപ്പോൾ ഹൈറാർക്കിക്കൽ മോഡൽ ബേസ് ചെയ്തിട്ട് നമുക്ക് 1 to many റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റും.
നെക്സ്റ്റ് വൺ ആണ് നെറ്റ്വർക്ക് മോഡൽ. നെറ്റ്വർക്ക് മോഡൽ ഹൈറാർക്കിക്കൽ മോഡലിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ആൻഡ് ഇതിൽ നമ്മൾ ഡേറ്റാസ് എല്ലാം ഗ്രാഫ് പോലെയാണ് ഡേറ്റാസ് എല്ലാം ഇതിൽ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ ഒരു ചൈൽഡിന് മോർ ദാൻ 1 പാരൻറ്റ് നോഡ് കാണും. ആൻഡ് ഈ ഡേറ്റാബേസിൽ നമ്മൾ മെനി ടു മെനി റിലേഷൻഷിപ്പാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. റിലേഷണൽ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ വൈഡ്ലി യൂസ് ചെയ്ത മോഡലാണ് നെറ്റ്വർക്ക് മോഡൽ. ദിസ് വാസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഡേറ്റാബേസ് മോഡൽ ബിഫോർ റിലേഷണൽ മോഡൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. നെക്സ്റ്റ് വൺ ആണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ. റിലേഷൻഷിപ്സ് ആർ ക്രിയേറ്റഡ് ബൈ ഡിവൈഡിങ് ഒബ്ജക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു എൻറ്റിറ്റി ആൻഡ് ഇറ്റ്സ് ക്യാരക്ടേഴ്സ് ഇൻറ്റു ആട്രിബ്യൂട്ട്സ്. ഒബ്ജക്റ്റിനെ നമ്മൾ എൻറ്റിറ്റി ആയിട്ടും പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ആട്രിബ്യൂട്ടായിട്ടാണ് ഇതിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. In this database model, relationships are created by dividing object of interest into entity and its characteristics into attributes. ഇതിൽ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിനെ നമ്മൾ റിലേഷൻ വെച്ചിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. ആൻഡ് മോഡൽസ് are defined to represent the relationship into pictorial form to make it easier for different stakeholders to understand. And മോഡലിൽ നമ്മൾ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് കൊടുക്കുന്നത്. റിലേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് അതൊക്കെ നമ്മൾ പിക്ടോറിയൽ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടു മേക്ക് ഇറ്റ് ഈസിയർ ഫോർ ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ്. ഇതിലൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതിലുള്ളതാണ് സ്റ്റുഡൻ്റ് ആണ് ഇതിൻ്റെ ഒബ്ജക്റ്റ്. എൻറ്റിറ്റി എന്ന് പറയുന്നത് സ്റ്റുഡൻ്റ് ആണ്. പിന്നെ അതിൻ്റെ അട്രിബ്യൂട്ട്സ് ആണ് നെയിം, ID, ഏജ്, അഡ്രസ്സ്. ഇതൊക്കെ സ്റ്റുഡൻറ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ ഇതിൽ ഒബ്ജക്റ്റ് എൻറ്റിറ്റി ആണ് സ്റ്റുഡൻറ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് നെയിം, ID, ഏജ്, അഡ്രസ്സ് എല്ലാം. ഇതാണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ. ഇതിൽ നമ്മൾ ഒബ്ജക്റ്റിനെ എൻറ്റിറ്റി ആയിട്ടും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ആട്രിബ്യൂട്ട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൽ നമ്മൾ റിലേഷൻഷിപ്സിനെ എല്ലാം പിക്ടോറിയലായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഉള്ളതാണ് റിലേഷണൽ മോഡൽ. ഇതിലുള്ള നെക്സ്റ്റ് മോഡലാണ് റിലേഷണൽ മോഡൽ. ഈ റിലേഷണൽ മോഡലാണ് ഇപ്പോൾ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മോഡൽ. ആൻഡ് ഇതിൽ നമ്മൾ ഡേറ്റാസിനെ 2 ഡൈമെൻഷണൽ ടേബിൾസിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആൻഡ് ഇതിനുള്ള റിലേഷൻഷിപ്പ് ഡിഫറെൻറ്റ് റിലേഷനിലുള്ള റിലേഷൻഷിപ്പൊക്കെ ഒരു കോമൺ ഫീൽഡ് വെച്ചിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് EF കോഡ് ആണ് ഇൻ ദ ഇയർ 1970. ആൻഡ് ആഫ്റ്റർ 1970 നമ്മൾ കൂടുതൽ വൈഡ്ലി യൂസ് ചെയ്ത ഒരു മോഡലാണ് റിലേഷണൽ മോഡൽ. ആൻഡ് ഈ റിലേഷണൽ മോഡലിൽ ടേബിൾസിലല്ലേ നമ്മൾ ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആ ടേബിൾസിനെ നമ്മൾ റിലേഷൻ എന്നും പറയും. ദീസ് ടേബിൾസ് ആർ ഓൾസോ നോൺ ആസ് റിലേഷൻസ് ഇൻ റിലേഷണൽ മോഡൽ. ആൻഡ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കമ്മിങ് സെഷനിൽ നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രം പഠിച്ചാൽ മതി. നെക്സ്റ്റ് വൺ ആണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡേറ്റാബേസ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡേറ്റാബേസ് ഇസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആൻഡ് റിലേഷണൽ ഡേറ്റാബേസ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആൻഡ് റിലേഷണൽ ഡേറ്റാബേസ് ഇതിൻ്റെ ഒരു കളക്ഷനാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഉള്ള എലമെൻറ്റ്സ് നോക്കാം. ഇതിലുള്ള ഫസ്റ്റ് എലമെൻ്റാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു റിയൽ വേൾഡ് എൻറ്റിറ്റി ആണ്. നെക്സ്റ്റ് വൺ ആണ് ആട്രിബ്യൂട്ട്സ് ആൻഡ് മെത്തേഡ്സ്. ഓരോ ഒബ്ജക്റ്റിനും സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് കാണൂലേ, ആ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആട്രിബ്യൂട്ട്സ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ബിഹേവിയർ ആണ് മെത്തേഡിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതിൻ്റെ ബിഹേവിയർ ഇസ് റെപ്രസെൻറ്റഡ് യൂസിങ് മെത്തേഡ്സ്. ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് റെപ്രസെൻറ്റഡ് ആസ് ആട്രിബ്യൂട്ട്. നെക്സ്റ്റ് വൺ ആണ് ക്ലാസ്. സിമിലർ ആട്രിബ്യൂട്ട്സ് ആൻഡ് മെത്തേഡ്സ് എല്ലാം നമ്മൾ ഒരുമിച്ചാണ് ഗ്രൂപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് യൂസിങ് എ ക്ലാസ്. ആൻഡ് ആൻ ഒബ്ജക്റ്റിനെ ഇൻസ്റ്റൻസ് ഓഫ് ദി ക്ലാസ് എന്നും പറയാം. ഒബ്ജക്റ്റ് can be called as an instance of the class. നെക്സ്റ്റ് വൺ ആണ് ഇൻഹെറിറ്റൻസ്. ഇപ്പോൾ ഒരു പാരൻറ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ ആ പാരൻറ്റ് ക്ലാസ്സിൽ നിന്ന് നമുക്ക് സബ് ക്ലാസ്സസ് ചൈൽഡ് ക്ലാസ്സസിനെ ഡിറൈവ് ചെയ്തെടുക്കാം. ആൻഡ് ഇതാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് ക്ലാസ് കണ്ടെയ്ൻസ് ആട്രിബ്യൂട്ട്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ദി ഒറിജിനൽ ക്ലാസ് ആസ് വെൽ as ഇറ്റ്സ് ഓൺ. ഇതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡേറ്റാബേസിൻ്റെ ഡെഫിനിഷൻ ആൻഡ് അതിലുള്ള ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡയഗ്രാം. ഡേറ്റാബേസ് മോഡൽസിൽ 4 ടൈപ്സ് ആണുള്ളത്. അതിലുള്ള ഒരു ടൈപ്പാണ് മോഡൽ. അപ്പോൾ മോഡലിൽ നമ്മൾ എങ്ങനെയാണ് ഡേറ്റാസിനെയൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ആൻഡ് അതിലുള്ള ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻസ് ഇതൊക്കെ ഏതാണെന്ന് ഇതിൽ കാണാം. അപ്പോൾ ഡയഗ്രാം എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം. ഇതാണ് ഡയഗ്രാമത്തിൻ്റെ ഫുൾ ഫോം, എൻറ്റിറ്റി റിലേഷണൽ ഡയഗ്രാം. ആൻഡ് മോഡൽ ഇസ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ. ഡയഗ്രാം എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റാബേസിൽ കുറച്ച് എൻറ്റിറ്റി സെറ്റൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ലേ, അതിൻ്റെ റിലേഷൻഷിപ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം. ഓർ നമ്മളിതിനെ ഡേറ്റാബേസിലെ ലോജിക്കൽ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനും ഇത് യൂസ് ചെയ്യും ഡയഗ്രാമിനെ.
ഇതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇ ആർ മോഡൽ യൂസ് ചെയ്തതോടെ നമുക്ക് ഡേറ്റാബേസ് ഡിസൈൻസ് ഒക്കെ വരയ്ക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ലോജിക്കൽ സ്ട്രക്ചർ ഓഫ് ഡേറ്റാബേസ് അതിൻ്റെ ഒരു GUI റെപ്രസെൻറ്റേഷനാണ് ഈ ER ഡയഗ്രാം. ലോജിക്കൽ സ്ട്രക്ചർ ഡേറ്റാബേസിൻ്റെ ലോജിക്കൽ സ്ട്രക്ചറിൻ്റെ GUI റെപ്രസെൻറ്റേഷനാണ്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് റെപ്രസെൻറ്റേഷനാണ് ER ഡയഗ്രാം. പിന്നെ ഉള്ളതാണ് ഇറ്റ് ഹെൽപ്സ് യു ടു ഐഡൻറ്റിഫൈ ദ എൻറ്റിറ്റീസ് വിച്ച് എക്സിസ്റ്റ് ഇൻ എ സിസ്റ്റം ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദോസ് എൻറ്റിറ്റീസ്. നമ്മുടെ സിസ്റ്റത്തിൽ ഉള്ള എൻറ്റിറ്റീസിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഡിഫറെൻറ്റ് എൻറ്റിറ്റി സെറ്റിൻ്റെ റിലേഷൻഷിപ്സ് ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ്സ് ഓഫ് ER ഡയഗ്രാം. ഈ മോഡലിൽ 3 ബേസിക് കോൺസെപ്റ്റ്സ് ആണ് ഉള്ളത്: എൻറ്റിറ്റീസ്, ആട്രിബ്യൂട്ട്സ് ആൻഡ് റിലേഷൻഷിപ്സ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വൺ ആണ് എൻറ്റിറ്റീസ്. എൻറ്റിറ്റീസ് എന്ന് പറയുന്നത് ഒരു റിയൽ വേൾഡ് തിങ് ആണ്. റിയൽ വേൾഡ് എയ്തർ അത് ലിവിങ് ആയിരിക്കാം അല്ലെങ്കിൽ നോൺ ലിവിങ് ആയിരിക്കാം. ഒരു റിയൽ വേൾഡ് തിങ് ആയിരിക്കണം അബൌട്ട് വിച്ച് ദ ഡേറ്റ ഇസ് ടു ബി മെയിൻറ്റെയിൻഡ്. എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആവാം, പ്ലേസ് ആവാം, പിന്നെ ഒബ്ജക്റ്റ്, ഈവൻറ്റ്, കോൺസെപ്റ്റ് അബൌട്ട് വിച്ച് ദ ഡേറ്റ ഇസ് ടു ബി മെയിൻറ്റെയിൻഡ്. എൻറ്റിറ്റീസിൻ്റെ എക്സാമ്പിൾ ആണ് കാർ, സ്റ്റുഡൻറ്റ്, എക്സെട്ര. പിന്നെ ഉള്ളതാണ് ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എൻറ്റിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, എൻറ്റിറ്റിയുടെ പ്രോപ്പർട്ടിയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിളാണ് കളർ ഓഫ് ദി കാർ, നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, ഏജ് ഓഫ് സ്റ്റുഡൻറ്റ്, റോൾ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്. ഇതെല്ലാം എൻറ്റിറ്റിയുടെ ആട്രിബ്യൂട്ട്സ് ആണ്. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിനുള്ള ഒരു റിലേഷനാണ്. ഹൗ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഇതാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സിമിലർ കൈൻഡ് ഓഫ് എൻറ്റിറ്റീസ് ആണ്. ഇറ്റ് മേ കണ്ടെയ്ൻ എൻറ്റിറ്റീസ് വിത്ത് ആട്രിബ്യൂട്ട്സ് ഷെയറിങ് സിമിലർ വാല്യൂസ്. എൻറ്റിറ്റീസിൽ 2 ടൈപ്പാണ് ഉള്ളത്. സ്ട്രോങ് എൻറ്റിറ്റിയും ഉണ്ട്, വീക്ക് എൻറ്റിറ്റിയും ഉണ്ട്. ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് ഒന്ന് നോക്കാം. സ്ട്രോങ് എൻറ്റിറ്റി സെറ്റ് ഓൾവേസ് ഹാസ് എ പ്രൈമറി കീ. സ്ട്രോങ് എൻറ്റിറ്റി സെറ്റിൽ എപ്പോഴും ഒരു പ്രൈമറി കീ കാണും. പിന്നെ വീക്ക് എൻറ്റിറ്റി സെറ്റിൽ പ്രൈമറി കീ കാണത്തില്ല. പിന്നെ സ്ട്രോങ് എൻറ്റിറ്റി സെറ്റിനെ നമ്മൾ റെക്റ്റാങ്കിൾ സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് വീക്ക് എൻറ്റിറ്റീനെ ഡബിൾ റെക്റ്റാങ്കിൾ വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് സ്ട്രോങ് എൻറ്റിറ്റി സെറ്റിൽ പ്രൈമറി കീനെ നമ്മൾ അണ്ടർലൈൻ സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എൻറ്റിറ്റീസിനെ നമ്മൾ അണ്ടർലൈൻ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വീക്ക് എൻറ്റിറ്റി സെറ്റിൽ പ്രൈമറി കീ ഇല്ലല്ലോ, സോ പാർഷ്യൽ കീനെ നമ്മൾ ഡാഷ്ഡ് അണ്ടർലൈൻ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. And member of strong entity set is called dominant entity set, and member of weak entity set is called subordinate entity set. സ്ട്രോങ് എൻറ്റിറ്റി സെറ്റിലുള്ള മെമ്പറിനെയാണ് നമ്മൾ ഡോമിനൻ്റ് എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വീക്ക് എൻറ്റിറ്റി സെറ്റിലുള്ള മെമ്പേഴ്സിനെ സബോർഡിനേറ്റ് എൻറ്റിറ്റി സെറ്റ് എന്നും പറയും. സ്ട്രോങ് എൻറ്റിറ്റി സെറ്റിൽ റിലേഷൻസ് ഒക്കെ ഡയമണ്ട് സിമ്പിൾ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. വീക്ക് എൻറ്റിറ്റി സെറ്റിൽ ഡബിൾ ഡയമണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വീക്ക് എൻറ്റിറ്റീസിനും സ്ട്രോങ് എൻറ്റിറ്റീസിനും ഉള്ള ഡിഫറൻസ്. നെക്സ്റ്റ് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് സിമ്പിൾ ആട്രിബ്യൂട്ട്, പിന്നെ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. ഇതൊക്കെ ആട്രിബ്യൂട്ട്സിൻ്റെ ടൈപ്പാണ്. ആട്രിബ്യൂട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ എൻറ്റിറ്റി. എൻറ്റിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക് ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് ആട്രിബ്യൂട്ട്. ഈ ആട്രിബ്യൂട്ട് ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. ആട്രിബ്യൂട്ട്സ് മൊത്തം 4 ടൈപ്സ് ആണുള്ളത്: സിമ്പിൾ ആട്രിബ്യൂട്ട്, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് ആൻഡ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. ഇതിൽ സിമ്പിൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ടാണ്. അതിനെ നമുക്ക് ഫർദർലി ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. എക്സാമ്പിൾ, സ്റ്റുഡൻസിൻ്റെ ഫോൺ നമ്പറിനെ നമുക്ക് ഫർദർലി സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് എക്സാമ്പിൾ ഓഫ് സിമ്പിൾ ആട്രിബ്യൂട്ടാണ്. നെക്സ്റ്റ് ഒന്നാണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടിനെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഇറ്റ് ഈസ് പോസിബിൾ ടു ബ്രേക്ക് ഡൗൺ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ്. കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സിനെ നമുക്ക് ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എക്സാമ്പിളാണ് ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം. സ്റ്റുഡൻസിൻ്റെ നെയിം നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം: ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം. അങ്ങനെ. അപ്പോൾ അത് എക്സാമ്പിൾ ഓഫ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടാണ്. പിന്നെ ആണ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് ഫിസിക്കൽ ഡേറ്റാബേസിൽ ഇൻക്ലൂഡ് ആവത്തില്ല. മറ്റ് ആട്രിബ്യൂട്ട്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തതാണ് ഈ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഫ്രം ഡേറ്റ് ഓഫ് ബർത്ത് ഏജ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഏജ് ഫിസിക്കൽ ഡേറ്റാബേസിൽ ഇൻക്ലൂഡ് ആവത്തില്ല. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടാണ് ഏജ് കണ്ടുപിടിക്കുന്നത്. ഇതാണ് എക്സാമ്പിൾ ഓഫ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. നെക്സ്റ്റ് വൺ ആണ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സിന് ഇറ്റ് ക്യാൻ ഹാവ് മോർ ദൻ വൺ വാല്യൂസ്
എടുക്കാൻ പറ്റുന്ന ആട്രിബ്യൂട്ട്സ് ആണ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. ഫോർ എക്സാമ്പിൾ ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് എക്സെട്ര. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഉണ്ട് കീ ആട്രിബ്യൂട്ട്. കീ ആട്രിബ്യൂട്ട് നമുക്ക് പ്രൈമറി എന്നും പറയും. പ്രൈമറി കീ ഇൻക്ലൂഡ് ആവുന്ന ഒരു ആട്രിബ്യൂട്ടാണ് കീ ആട്രിബ്യൂട്ട്. കീ ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമുക്ക് ഒരു എൻറ്റിറ്റീനെ യുണീക്വലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻറ്റ് റോൾ നമ്പർ വെച്ചിട്ട് നമുക്ക് സെറ്റ് ഓഫ് സ്റ്റുഡൻസിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കാൻ പറ്റും. അതാണ് കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ കീ ആട്രിബ്യൂട്ടിനെ അണ്ടർലൈൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കീ ആട്രിബ്യൂട്ടിനെ അണ്ടർലൈൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടിന് നമ്മൾ ഡാഷ്ഡ് ഓവൽ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് അതിനെ ഡബിൾ ഓവൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പിനെ നമ്മൾ ഡയമണ്ട് ഷേപ്ഡ് ബോക്സ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്ട്രോങ് റിലേഷൻ ആണെങ്കിൽ ഡയമണ്ട് ഷേപ്പ്, വീക്ക് റിലേഷൻ ആണെങ്കിൽ ഡബിൾ ഡയമണ്ട് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഡയമണ്ടിൻ്റെ അകത്ത് റിലേഷൻഷിപ്പിൻ്റെ നെയിം കാണും. ആൻഡ് ഓൾ ദ എൻറ്റിറ്റീസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ റിലേഷൻഷിപ്പ് ആർ കണക്റ്റഡ് ടു ഇറ്റ് ബൈ എ ലൈൻ. നമ്മൾ ഈ റിലേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ എൻറ്റിറ്റീസിനെയും ലൈൻ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് ബൈനറി റിലേഷൻഷിപ്പ് ആൻഡ് കാർഡിനാലിറ്റി. ഒരു റിലേഷൻഷിപ്പിൽ 2 എൻറ്റിറ്റീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ബൈനറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് കാർഡിനാലിറ്റി ഇസ് ദ നമ്പർ ഓഫ് ഇൻസ്റ്റൻസ് ഓഫ് ആൻ എൻറ്റിറ്റി ഫ്രം എ റിലേഷൻ ദാറ്റ് ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ദി റിലേഷൻ. ഇതിൽ ഫസ്റ്റ് വൺ ആണ് 1-to-1 റിലേഷൻഷിപ്പ്. ഇതാണ് വെൻ a single instance of an entity is associated with a single instance of another entity, it is called 1-to-1 relationship. ഒരു എൻറ്റിറ്റിയുടെ സിംഗിൾ ഇൻസ്റ്റൻസ് വേറൊരു എൻറ്റിറ്റിയുടെ സിംഗിൾ ഇൻസ്റ്റൻസുമായി അസോസിയേറ്റ് ചെയ്യുന്നതാണ് 1-to-1 റിലേഷൻഷിപ്പ്. ഇതിൻ്റെ എക്സാമ്പിളാണ് വൺ പേഴ്സൺ ഹാസ് ഓൺലി വൺ പാസ്പോർട്ട് ആൻഡ് പാസ്പോർട്ട് ഇസ് ഗിവൻ ടു വൺ പേഴ്സൺ. ഒരു പേഴ്സണിന് ഒരു പാസ്പോർട്ടേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, ഒരു പാസ്പോർട്ടേ കാണത്തുള്ളൂ. ആൻഡ് പാസ്പോർട്ട് നമ്മൾ പേഴ്സണിൻ്റെ അടുത്ത് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് 1-to-1 റിലേഷൻഷിപ്പിൻ്റെ ഒരു എക്സാമ്പിളാണ്. പിന്നെ ഉള്ളതാണ് 1-to-many. ടു മെനി റിലേഷൻഷിപ്പിനെ നമ്മൾ 1-to-n റിലേഷൻഷിപ്പ് എന്നും പറയാം. ആൻഡ് ഇത് വെൻ എ സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് ആൻ എൻറ്റിറ്റി ഇസ് അസോസിയേറ്റഡ് വിത്ത് മോർ ദൻ വൺ ഇൻസ്റ്റൻസ് ഓഫ് അതർ എൻറ്റിറ്റി ഈസ് കോൾഡ് 1-to-many റിലേഷൻഷിപ്പ്. ഇപ്പോൾ ഒരു എൻറ്റിറ്റിയുടെ സിംഗിൾ ഇൻസ്റ്റൻസ് മറ്റൊരു എൻറ്റിറ്റിയുടെ മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നെങ്കിൽ അതാണ് 1-to-many റിലേഷൻഷിപ്പ്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഒരു കസ്റ്റമറിന് മൾട്ടിപ്പിൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ എടുക്കാം. ഒരു കസ്റ്റമറിന് മൾട്ടിപ്പിൾ ഓർഡേഴ്സ് എടുക്കാൻ പറ്റും, പക്ഷേ മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സിന് ഒരു സിംഗിൾ ഓർഡറിനെ എടുക്കാൻ പറ്റത്തില്ല. ഇതാണ് 1-to-many റിലേഷൻഷിപ്പിൻ്റെ ഒരു എക്സാമ്പിൾ. പിന്നെ തേർഡ് വൺ ആണ് many-to-one റിലേഷൻഷിപ്പ്. ഇതിൻ്റെ ഡെഫിനിഷൻ എന്താ? വെൻ മോർ ദാൻ വൺ ഇൻസ്റ്റൻസ് ഓഫ് ആൻ എൻറ്റിറ്റി ഇസ് അസോസിയേറ്റഡ് വിത്ത് എ സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് അനദർ എൻറ്റിറ്റി ഇസ് കോൾഡ് many-to-one റിലേഷൻഷിപ്പ്. ഇതിൻ്റെ എക്സാമ്പിളാണ് many students study in a single college but a student cannot study in many colleges at the same time. ഒരു കോളേജിൽ കുറേ സ്റ്റുഡൻസിന് പഠിക്കാൻ പറ്റും, പക്ഷെ ഒരു സ്റ്റുഡൻറ്റിന് കുറേ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല അറ്റ് ദ സെയിം ടൈം. അതാണ് many-to-one റിലേഷൻഷിപ്പ്. ഇതിനെ നമ്മൾ n-to-1 റിലേഷൻഷിപ്പ് എന്നും പറയും. ആൻഡ് നെക്സ്റ്റ് ഉള്ളതാണ് many-to-many റിലേഷൻഷിപ്പ്, n-to-n റിലേഷൻ എന്ന് പറയും. When more than one instance of an entity is associated with more than one instance of another entity, it is called many-to-many relationship. For example, a student can be assigned to many projects and a project can be assigned to many students. ഒരു സ്റ്റുഡൻറ്റിന് കുറേ പ്രോജക്ട്സ് ചെയ്യാൻ പറ്റും ആൻഡ് കുറേ പ്രോജക്ട്സിനെ കുറേ സ്റ്റുഡൻസിനും ചെയ്യാൻ പറ്റും. ഇതാണ് many-to-many റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് വൺ ആണ് റിലേഷൻഷിപ്പ് കാർഡിനാലിറ്റി. റിലേഷൻഷിപ്പിൻ്റെ കാർഡിനാലിറ്റി ഡയഗ്രാമിലുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് ടോപ്പിക്കാണ് ER ഡയഗ്രാം നൊട്ടേഷൻസ്. ER ഡയഗ്രാം നമുക്കറിയാം പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് ER മോഡൽ. ER മോഡലിൽ നമ്മൾ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഡേറ്റാസൊക്കെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഓർ അതിൻ്റെ നൊട്ടേഷൻസൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം.
അപ്പോൾ ആദ്യം ഉള്ളതാണ് റെക്റ്റാങ്കിൾ സിമ്പിൾ. റെക്റ്റാങ്കിൾ സിമ്പിൾ എൻറ്റിറ്റി ഓർ സ്ട്രോങ് എൻറ്റിറ്റിനെയാണ് മീൻ ചെയ്യുന്നത്. ഇപ്പോൾ ഡബിൾ റെക്റ്റാങ്കിൾ ആണെങ്കിൽ അത് വീക്ക് എൻറ്റിറ്റിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് എലിപ്സ്. എലിപ്സ് ആട്രിബ്യൂട്ടിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡബിൾ എലിപ്സ് ആണെങ്കിൽ അത് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടാണ്. പിന്നെ ഉള്ളത് ഡയമണ്ട്. ഇത് ഡയമണ്ടിൽ സിംഗിൾ ഡയമണ്ട് ആണെങ്കിൽ സ്ട്രോങ് റിലേഷൻഷിപ്പ്, ഡബിൾ ഡയമണ്ട് ആണെങ്കിൽ വീക്ക് റിലേഷൻഷിപ്പ്. ദെൻ ലൈൻസ് രണ്ട് എൻറ്റിറ്റീസിനുള്ള റിലേഷൻഷിപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലൈൻസ്. ഇറ്റ് ലിങ്ക്സ് ആട്രിബ്യൂട്ട്സ് ടു എൻറ്റിറ്റി ടൈപ്സ് ആൻഡ് എൻറ്റിറ്റി ടൈപ്സ് വിത്ത് അതർ റിലേഷൻഷിപ്പ് ടൈപ്സ്. പിന്നെ പ്രൈമറി കീനെ അണ്ടർലൈൻ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് ഡബിൾ എലിപ്സ് യൂസ് ചെയ്യുന്നത് നമുക്ക് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മോഡലാണ് റിലേഷണൽ ഡേറ്റാബേസ് മോഡൽ. അപ്പോൾ ഇതിൽ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം കുറിച്ച് നോക്കാം. ഇതിൽ നമ്മൾ ഡേറ്റാസിനെല്ലാം ടേബിൾ ഓഫ് റോസ് ആൻഡ് കോളത്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആൻഡ് ഒരു റിലേഷണൽ ഡേറ്റ ടൈപ്പിൽ ഉള്ള മേജർ കോമ്പോണൻറ്റ്സ് ആണ് ടേബിൾ, റെക്കോർഡ്, ഫീൽഡ്, ഡൊമൈൻ, ഇൻസ്റ്റൻസ്, സ്കീമ ആൻഡ് കീസ്. ഇതിൽ ടേബിളിലാണ് നമ്മൾ ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിൽ റോസ് ആൻഡ് കോളംസ് 2 ഡയമെൻഷണൽ ടേബിളാണ്. അപ്പോൾ ടേബിൾ ഇസ് എ കളക്ഷൻ ഓഫ് ഡേറ്റ റെപ്രസെൻറ്റഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. ഈച്ച് ടേബിൾ ഹാസ് എ നെയിം ഇൻ ഡേറ്റാബേസ്. ഓരോ ടേബിളിനും ഡേറ്റാബേസിൽ ഒരു നെയിമുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ ആണ് റെക്കോർഡ് ഓർ ടപ്പിൾ. ഈച്ച് റോ ടേബിളിലുള്ള റോ ആണ് നമ്മൾ റെക്കോർഡ് ഓർ ടപ്പിൾ എന്ന് പറയുന്നത്. ഈച്ച് റോ ഓഫ് എ ടേബിൾ ഇസ് നോൺ ആസ് റെക്കോർഡ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടപ്പിൾ. ദെൻ ഉള്ളതാണ് ഫീൽഡ് ഓർ കോളം ഓർ ആട്രിബ്യൂട്ട്. ഇതിലുള്ള കോളംനെയാണ് നമ്മൾ ഫീൽഡ് ഓർ കോളം നെയിം ഓർ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ടേബിളിലുള്ള കോളംനെയാണ് ഫീൽഡ് ഓർ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ദെൻ ഉള്ളതാണ് ഡൊമൈൻ. ഡൊമൈൻ ഇസ് എ സെറ്റ് ഓഫ് പെർമിറ്റഡ് വാല്യൂസ് ഫോർ ആൻ ആട്രിബ്യൂട്ട് ഇൻ എ ടേബിൾ. An attribute cannot accept values that are outside of their domains. ഡൊമൈൻ എന്ന് പറയുന്നത് ഒരു പെർമിറ്റഡ് വാല്യൂ, സെറ്റ് ഓഫ് പെർമിറ്റഡ് വാല്യൂസ് ആണ്. ആ വാല്യൂസ് മാത്രമേ നമുക്ക് ആ ഒരു ആട്രിബ്യൂട്ടിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് പുറത്തുള്ള വാല്യൂസ് ഒന്നും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ഒന്നാണ് ഇൻസ്റ്റൻസ് ആൻഡ് സ്കീമ. സ്കീമ എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ഡേറ്റാബേസ്, അതാണ് സ്കീമ. ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ദ ഡേറ്റ സ്റ്റോർഡ് ഇൻ ഡേറ്റാബേസ് അറ്റ് എ പെർട്ടിക്കുലർ മൊമെൻറ്റ് ഓഫ് ടൈം ഇസ് കോൾഡ് ഇൻസ്റ്റൻസ് ഓഫ് ഡേറ്റാബേസ്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് കീസ്. കീസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. പ്രൈമറി കീ, സൂപ്പർ കീ, കാൻഡിഡേറ്റ് കീ, ഓൾട്ടർനേറ്റ് കീ, കോമ്പോസിറ്റ് കീ ആൻഡ് ഫോറിൻ കീ. Primary key is a column or set of columns in a table that uniquely identifies rows in that table. Primary key set of keys ആണ്. അത് യൂണീക്ക് ആയിരിക്കണം. അതിൽ റിഡൻഡൻറ്റ് ഡേറ്റാസ് പാടില്ല. യൂണീക്ക് ആയിട്ടുള്ള key ആണ്. Primary key is a column or set of columns in a table that uniquely identifies tuples in that table. Next one ആണ് super key. Super key is a set of one or more columns to uniquely identify rows in a table. Next one ആണ് candidate key. A super key with no redundant attribute is known as candidate key. And next one, alternate key. Out of all candidate keys, one gets selected as primary key. Remaining keys are known as alternate or secondary keys. Next one, composite keys. A key that consists of more than one attribute to uniquely identify rows, also known as records and tuples in a table, is called as composite key. Then foreign key. Foreign keys are the columns of a table that points to primary keys of another table. നെക്സ്റ്റ് ടോപ്പിക്കാണ് റിലേഷണൽ ആൾജിബ്ര. ടേബിൾസ് വെച്ച് പെർഫോം ചെയ്യുന്ന ആൾജിബ്രയാണ് റിലേഷണൽ ആൾജിബ്ര. ആൻഡ് റിലേഷണൽ ആൾജിബ്രയിൽ നമ്മൾ ക്വയറി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത്. ആൻഡ് ഇതിൽ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഇൻസ്റ്റൻസ് ഓഫ് റിലേഷനെയാണ്. ടേബിളിൻ്റെ ഒരു ഇൻസ്റ്റൻസിനെയാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതും ഒരു റിലേഷൻ തന്നെയാണ്. ആൻഡ് ഇതിൽ നമുക്ക് ക്വയറീസ് യൂസ് ചെയ്തിട്ടാണ് ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത്. ആൻഡ് ഇതിൽ ഓപ്പറേറ്റേഴ്സ് ക്യാൻ ബി എയ്തർ യൂണറി ഓർ ബൈനറി. ആൻഡ് ഇറ്റ് ആക്സെപ്റ്റ്സ് റിലേഷൻസ് ആസ് ദ ഇൻപുട്ട് ആൻഡ് yields റിലേഷൻസ് ആസ് ദിയർ ഔട്ട്പുട്ട്. ആൻഡ് ഇതിലുള്ള റിലേഷണൽ ആൾജിബ്രയിൽ യൂസ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് ആണ് സെലക്ട്, പ്രൊജക്റ്റ്, യൂണിയൻ, സെറ്റ് ഡിഫറെൻറ്റ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആൻഡ് റീനെയിം. ഫസ്റ്റ് വൺ ആണ് സെലക്ട് ഓപ്പറേഷൻ. സെലക്ട് ഓപ്പറേഷൻ നമ്മൾ സിഗ്മ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത്
ഇതിൻ്റെ സിൻടാക്സ് ആണ്. സെലക്ട് ഓപ്പറേഷൻ വെച്ചുകൊണ്ട് നമുക്ക് റോസിനെ ഫെച്ച് ചെയ്യാൻ പറ്റും. ഒരു ടേബിളിൽ നിന്ന് പെർട്ടിക്കുലർ റോസ് മാത്രം നമുക്ക് ഫെച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതിൻ്റെ സിൻടാക്സ് ആണ് സിഗ്മ പി ഓഫ് ആർ. ഇതിൽ സിഗ്മ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ സെലക്റ്റിൻ്റെ സിമ്പിൾ. ആർ ഇസ് ദ നെയിം ഓഫ് റിലേഷൻ ആൻഡ് പി ഇസ് ദ പ്രെഡിക്കേറ്റ്. പി ഇസ് ദ കണ്ടീഷൻ വി ആർ ഗിവിങ്. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് ഇതാണ് സിഗ്മ പി ഓഫ് ആർ. സിഗ്മ ഇസ് ദ സിമ്പിൾ ഓഫ് സെലക്ട് ഓപ്പറേഷൻ. ആർ ഇസ് ദ ആർ ടേബിളിൻ്റെ നെയിമാണ് ആൻഡ് പി കണ്ടീഷനാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു ടേബിളുണ്ട്, അതിൽ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, നെയിം, ഏജ്, ഫോൺ നമ്പർ, റോൾ നമ്പർ എക്സെട്ര. ഇങ്ങനെ ഒരു ടേബിളുണ്ട്. അതിൽ നിന്ന് ഏജ് 17+ ഉള്ള സ്റ്റുഡൻസിനെ മാത്രം നമുക്ക് ഫെച്ച് ചെയ്തെടുക്കണം. അവരുടെ ഡീറ്റെയിൽസ് മാത്രം, ഫുൾ റോസ് മാത്രം നമുക്ക് ഫെച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യാം. സിഗ്മ ഏജ് ഗ്രേറ്റർ ദാൻ 70 ഓഫ് സ്റ്റുഡൻറ്റ്. ടേബിൾ നെയിം സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ സിഗ്മ ഇവിടെ കണ്ടീഷൻ ഏജ് ഗ്രേറ്റർ ദാൻ 17 ആണ്, ബ്രാക്കറ്റിനകത്ത് ടേബിൾ നെയിം. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഏജ് ഗ്രേറ്റർ ദാൻ 17 ഉള്ള സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ആൻഡ് ഇതിൽ നമുക്ക് പ്രെഡിക്കേറ്റ്, ഈ കണ്ടീഷനിൽ നമുക്ക് ആൻഡ്, ഓർ, നോട്ട് ഇതൊക്കെ യൂസ് ചെയ്യാം കണക്റ്റേഴ്സായിട്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സിഗ്മ ഏജ് ഗ്രേറ്റർ ദാൻ 17 ആൻഡ് ജെൻഡർ ഈക്വൽ ടു മെയിൽ ഓഫ് സ്റ്റുഡൻറ്റ്. അപ്പോൾ സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിളിൽ നിന്ന് നമുക്ക് ഏജ് ഗ്രേറ്റർ ദാൻ 17 ഉള്ള സ്റ്റുഡൻസ് വേണം. ആൻഡ് അതിൽ മെയിൽ സ്റ്റുഡൻസ് മാത്രമേ പാടുള്ളൂ. ഇതാണ് കണ്ടീഷൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് മെയിൽ സ്റ്റുഡൻസ് ഗ്രേറ്റർ ദാൻ ഏജ് 17 അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. നെക്സ്റ്റ് ഓപ്പറേഷൻ ആണ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ. പ്രൊജക്റ്റ് ഓപ്പറേഷൻ ഈസ് യൂസ് ടു പ്രൊജക്റ്റ് ഓൺലി എ സർട്ടൺ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഓഫ് എ റിലേഷൻ. നമ്മൾ സെലക്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് മൊത്തം റോസ് അങ്ങനെ എടുക്കുന്നില്ല. ഇതിൽ സെലക്റ്റഡ് ആട്രിബ്യൂട്ട്സ് മാത്രം നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൻ്റെ സിൻടാക്സ് ആണ് പൈ A1 A2 എക്സെട്ര ഓഫ് ആർ. ഇതിൽ പൈ ആണ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ്റെ സിമ്പിൾ ആൻഡ് A1 A2 ആർ കോളം നെയിംസ്, കോളം ഓർ ആട്രിബ്യൂട്ട് നെയിംസ് ആൻഡ് ആർ ഇസ് ദ ടേബിൾ നെയിം. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് പൈ നെയിം കൊമ ഏജ് ഓഫ് സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇതിൽ ഫ്രം ദ ടേബിൾ സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിളിൽ നിന്ന് സ്റ്റുഡൻസിൻ്റെ നെയിമും ഏജും മാത്രം നമുക്ക് കിട്ടും. നെക്സ്റ്റ് എക്സാമ്പിളാണ് കോമ്പിനേഷൻ ഓഫ് സെലക്ട് ആൻഡ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ. നമുക്കിത് രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എംപ്ലോയിയുടെ ഒരു ടേബിളുണ്ട്, അതിൽ എംപ്ലോയീസിൻ്റെ നെയിം, ഏജ്, സാലറി എല്ലാം ഉണ്ട്. ഇതിൽ എംപ്ലോയീസിൻ്റെ നെയിം മാത്രം എടുക്കണം, പക്ഷേ എംപ്ലോയീസിൻ്റെ സാലറി ഗ്രേറ്റർ ദാൻ 80,000 ആയിരിക്കണം. അപ്പോൾ ഈ കേസിൽ നമുക്ക് കോമ്പിനേഷൻ ഓഫ് സെലക്ട് ആൻഡ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ യൂസ് ചെയ്യാം. അതിൻ്റെ എക്സാമ്പിളാണ് പൈ ഓഫ് നെയിം ഓഫ് സിഗ്മ സാലറി ഗ്രേറ്റർ ദാൻ 80,000 ഓഫ് എംപ്ലോയി. ഇതിൽ പൈ പ്രൊജക്റ്റാണ്, നമ്മൾ നെയിം മാത്രം എടുക്കാൻ കൊടുക്കുന്ന കണ്ടീഷനാണ്. പിന്നെ അതിൽ സിഗ്മയിൽ കണ്ടീഷൻസ് കൊടുക്കുന്നുണ്ട്. സാലറി ഗ്രേറ്റർ ദാൻ 80,000 ആയിരിക്കണം ഫ്രം ദ ടേബിൾ എംപ്ലോയി. അപ്പോൾ ഇതിൽ നമുക്ക് എബോവ് 80,000 സാലറി കിട്ടുന്ന എംപ്ലോയീസിൻ്റെ നെയിം മാത്രം നമുക്ക് കിട്ടും. നെക്സ്റ്റ് ആണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഇത് നമ്മൾ രണ്ട് ടേബിൾസിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ സിൻടാക്സ് ആണ് A ക്രോസ് B. എ ഒരു ടേബിൾ നെയിം, ബി വേറെ ടേബിൾ നെയിം, എക്സ് ക്രോസ് ആണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ സിമ്പിൾ. ഫോർ എക്സാമ്പിൾ നമുക്ക് ടേബിൾസ് ഉണ്ട്, റെഗുലർ ക്ലാസ് ആൻഡ് എക്സ്ട്രാ ക്ലാസ്സിൻ്റെ രണ്ട് ഇതുണ്ട്. അതിൽ മോർണിംഗ് ക്ലാസ് ഉള്ള ഡീറ്റെയിൽസ് മാത്രം നമുക്ക് കമ്പൈൻ ചെയ്ത് എടുക്കണം. അതിന് നമ്മൾ സിഗ്മ ടൈം ഇസ് ഈക്വൽ ടു മോർണിംഗ് ഓഫ് റെഗുലർ ക്ലാസ് ഇൻറ്റു എക്സ്ട്രാ ക്ലാസ്. രണ്ട് ക്ലാസ്സും കമ്പൈൻ ചെയ്തിട്ട് അതിൽ മോർണിംഗ് മാത്രം ക്ലാസ് ഉള്ള ടേബിളാണ്, ഡീറ്റെയിൽസാണ് നമ്മൾ ഫെച്ച് ചെയ്തെടുക്കുന്നത്. നെക്സ്റ്റ് ഓപ്പറേഷൻ ആണ് യൂണിയൻ. ഇറ്റ് പെർഫോംസ് ബൈനറി യൂണിയൻ ബിറ്റ്വീൻ ടു ഗിവൻ റിലേഷൻസ് ഓർ ടേബിൾസ്. രണ്ട് ടേബിളിൽ ബൈനറി യൂണിയൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാനാണ് ഈ ഓപ്പറേഷൻ യൂണിയൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സിമ്പിൾ ആണ് ക്യാപിറ്റൽ യു. ആൻഡ് ഇതിൻ്റെ സിൻടാക്സ് ആണ് RUS. ഇതിൽ ആറും എസും ടേബിൾസിൻ്റെ നെയിമാണ്. ആൻഡ് ഒരു യൂണിയൻ ഓപ്പറേഷൻ വാലിഡ് ആവണമെങ്കിൽ അതിൽ R മസ്റ്റ് ഹാവ് സെയിം നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ്. ആറിനും എസിനും സെയിം നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഒരു കോളംസ് വേണം. ആൻഡ് ആട്രിബ്യൂട്ട്സ് ഡൊമൈനും കോമ്പാക്റ്റിബിൾ ആയിരിക്കണം. ആൻഡ് ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റാസ് എല്ലാം, ഡ്യൂപ്ലിക്കേറ്റ് ടപ്പിൾസ് എല്ലാം ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റ് ചെയ്ത് കാണും നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റിൽ. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്, നമുക്കിപ്പോൾ റെഗുലർ ക്ലാസ്സും ഉണ്ട്, എക്സ്ട്രാ ക്ലാസ്സും ഉണ്ട്. രണ്ടിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് നമുക്ക് എടുക്കണം. അപ്പോൾ പൈ സ്റ്റുഡൻറ്റ് ഓഫ് റെഗുലർ ക്ലാസ് യൂണിയൻ പൈ സ്റ്റുഡൻറ്റ് ഓഫ് എക്സ്ട്രാ ക്ലാസ്. ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് ക്ലാസ്സും അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും.
നെക്സ്റ്റ് വൺ ആണ് സെറ്റ് ഡിഫറൻസ്. സെറ്റ് ഡിഫറൻസ് ഇത് മൈനസ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ റിസൾട്ട് ഓഫ് സെറ്റ് ഡിഫറൻറ്റ് ഓപ്പറേഷൻ ഇസ് ടപ്പിൾസ് വിച്ച് ആർ പ്രസൻറ്റ് ഇൻ വൺ റിലേഷൻ ബട്ട് ആർ നോട്ട് ഇൻ ദ സെക്കൻഡ് റിലേഷൻ. ഒരു റിലേഷനിലുള്ള ടപ്പിൾസ് ആണ് ഇതിൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. വേർ ദോസ് ടപ്പിൾസ് ആർ നോട്ട് പ്രസൻറ്റ് ഇൻ ദ സെക്കൻഡ് റിലേഷൻ. ഇതിൻ്റെ സിൻടാക്സ് ആണ് ആർ മൈനസ് എസ്. ആർ ആൻഡ് എസ് ആർ ടേബിൾ നെയിം. ദെൻ നെക്സ്റ്റ് വൺ ആണ് റീനെയിം ഓപ്പറേഷൻ. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റീനെയിം ചെയ്യാൻ പറ്റും, റിലേഷനെ റീനെയിം ചെയ്യാൻ പറ്റും. റീനെയിം ഓപ്പറേഷൻ വെച്ച് നമുക്ക് രണ്ട് രീതിയിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. ഒന്ന്, ഒരു റിലേഷൻ്റെ നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റും, റീനെയിം ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ഒന്ന്, നമുക്കിപ്പോൾ ഓപ്പറേഷൻസൊക്കെ പെർഫോം ചെയ്യുമ്പോൾ ഔട്ട്പുട്ടായിട്ട് ഒരു റിലേഷനല്ല കിട്ടുന്നത്, ഒരു ടേബിളാണ് കിട്ടുന്നത്. അപ്പോൾ ആ ടേബിളിൽ നെയിം ഒന്നും കാണത്തില്ല. അതിന് നെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റീനെയിം ഓപ്പറേഷൻ യൂസ് ചെയ്യും. ഇത് നമ്മൾ ഗ്രീക്ക് ലെറ്റർ, സ്മോൾ ഗ്രീക്ക് ലെറ്റർ റോ വെച്ചിട്ടാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് ആണ് റോ എക്സ് ഓഫ് ഇ. ഇതിൽ ഇ എന്ന് പറയുന്നത് റിസൾട്ട് ഓഫ് എക്സ്പ്രഷൻ ഇ ഇസ് സേവ്ഡ് വിത്ത് ദ നെയിം ഓഫ് എക്സ്. എന്ന് പറയുന്നത് എക്സ്പ്രഷനാണ്. ഇതിൻ്റെ റിസൾട്ട് എക്സ് നെയിമിൽ സ്റ്റോർ ആയി കിട്ടും. ആൻഡ് ഇത് നമ്മൾ ഓൾഡ് ടേബിൾ റീനെയിം ചെയ്യാൻ യൂസ് ചെയ്യാം. അതിൻ്റെ സിൻടാക്സ് ആണ് റോ ഓഫ് റിലേഷൻ ന്യൂ റിലേഷൻ ഓൾഡ്. പുതിയ റിലേഷൻ്റെ നെയിം ഓൾഡ് റിലേഷൻ്റെ നെയിം. ഈ പാർട്ടിൽ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പാർട്ടിൽ ഇൻട്രൊഡക്ഷൻ ടു എസ് ക്യു എൽ കമാൻഡ്സ്, പിന്നെ നോർമലൈസേഷൻ, ഈ ടോപ്പിക്സൊക്കെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.